പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം. ഞാൻ അഖിൽ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് അർജുൻ്റെ വിഷയമാണ്. ഇപ്പോൾ ഞാൻ ഓൺലൈനിൽ മാധ്യമങ്ങളിലെല്ലാം അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കുമ്പോഴെല്ലാം അർജുൻ്റെ അമ്മ അത് പറഞ്ഞു, അർജുൻ്റെ അമ്മ കരഞ്ഞില്ല, ഇങ്ങനെ ഓരോ വിഷയങ്ങൾ കാണുന്നു. അപ്പോൾ ഞാനും ഒരു അർജുൻ്റെ പോലെ തന്നെ ഒരു ട്രക്കറാണ്. അപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നും കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അവനെ കിട്ടിയില്ല, അല്ലെങ്കിൽ അവനന്നും വെള്ളത്തിൽ പോയി നമ്മൾ ഇതായെന്ന് പറഞ്ഞ് നമ്മൾ അതേ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമമായിരുന്നു. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. മാത്രമല്ല ഇപ്പം ഞാനായാലും നമ്മൾ പലയിടത്ത് കൊണ്ടിട്ട് ഉറങ്ങുന്നതും കഴിക്കാൻ നിർത്തുന്നതും ഇപ്പം ചിലപ്പം മലയുടെ താഴെയോ അല്ലെങ്കിൽ മരത്തിൻ്റെ താഴെയോ ഒക്കെ കൊണ്ടാ വണ്ടി ഇടുന്നത്. ഒരു തണൽ നോക്കി നമ്മൾ അവിടെ ഇടും. ഈ പെരുവേലത്തിൽ വണ്ടിക്കകത്ത് ഓടിയിട്ട് നമ്മളൊരു തണൽ നോക്കി വണ്ടി എവിടെയെങ്കിലും ഒരു തണലുണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് നാളെ സംഭവിച്ചുകൂടാന്നില്ല. നമുക്ക് നാളെ സംഭവിക്കുമ്പോഴത്തേനും ഇപ്പോൾ തന്നെ ഓരോരുത്തർ പറയുമ്പോൾ അർജുൻ്റെ അമ്മ വിഷമം എല്ലാവരുടെ ഭാഗത്തും മുഖത്ത് വിഷമമല്ല, ആർജിൻ്റെ സഹോദരിക്ക് വിഷമമല്ല. ഒരു മകൻ നഷ്ടപ്പെട്ട വേദന അല്ലെങ്കിൽ ഒരു സഹോദരൻ നഷ്ടപ്പെട്ട വേദന നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല. നമുക്കത് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അവരുടെ ആ മനോധൈര്യം കൊണ്ടായിരിക്കും അവരങ്ങനെ ഇരിക്കുന്നത്. നമ്മളതിനകത്തൊന്നും നമ്മളാരും വിമർശിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് ചിലപ്പോൾ അവരുടെ ആ മനാഫിക്ക ചെയ്തതും ലോറി ഉടമ മനാഫിക്ക ചെയ്തതും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ചില സെൻട്രൽ സ്കാനിങ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവിച്ചു കാണും. അതിലൊന്നും നമ്മൾ കൂടുതൽ കൈകടത്തരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഇപ്പം നാളെ എനിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, മരിച്ചാലും നമ്മൾ ആത്മാക്കളോടൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ഇങ്ങനെ ഭൂഷിക്കപ്പെടുന്നത് കാണുമ്പം നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർ ഒരു തെറ്റും ചെയ്ത് കാണത്തില്ല. ഇതിനകത്ത് നമ്മളിപ്പോൾ നോക്കുമ്പോഴെല്ലാം അവരുടെ ഫാമിലിയെ വിമർശനങ്ങൾ മുന്നേ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഇതിനകത്തോട്ട് ഇതിന് വിട്ട് വേറെ കാര്യങ്ങളിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ചുമ്മാതെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. നമ്മൾ അതേ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മളെ വീട് വിട്ട് പോയിട്ട് ചിലപ്പോൾ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. ചിലപ്പോൾ ഓരോരുത്തരൊക്കെ മാസങ്ങളോളം കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിൽ വരുന്നത്. അപ്പം നമുക്കത് മനസ്സിലാക്കാം. നമ്മൾ അവരാരെയും കാണുന്നില്ല, നമ്മൾ ഫോണിൽ കൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഇതിനകത്തോട്ട് ആരും ഇനി കൈകടത്തരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ പറയണമെന്ന് ഞാനതിങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നതല്ല. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം, നമ്മുടെ ഉള്ളിൽ ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.